നന്ദി പറയാനുള്ളത് നമ്മുടെ രാകേഷ് കൃഷ്ണ ഈ സിനിമയിൽ എനിക്ക് നല്ലൊരു വേഷം പുള്ളി തന്നത്. കാരണം വേറെ നല്ല ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് 40-40 പടങ്ങൾ അഭിനയിച്ചു. അതിലൊന്നും നമുക്ക് ഡയലോഗില്ല, എല്ലാവരും കളിയാക്കലും റിവ്യൂ പറയാനും അതൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോഴാണ് ഡയലോഗുള്ളൊരു വേഷം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് രാകേഷിൻ്റെ അടുത്ത് ചെല്ലുന്നത്. പുള്ളിയുടെ പടത്തിൽ എനിക്ക് നല്ലൊരു ഡയലോഗുള്ളൊരു വേഷം തന്നെ കിട്ടി. പിന്നെ സിനിമ ഇറങ്ങിയതിനായിട്ട് മുമ്പ് എന്നെ വയറിലാക്കി തന്ന എൻ്റെ സന്തോഷ് റക്കി, അലജോസ് പെരേര, അവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. 10 പേരെ ഞാൻ ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ടുള്ളവർക്ക് എന്നെ അറിയില്ലായിരുന്നു. സോഷ്യൽ മീഡിയയിൽ എന്നെ കൊണ്ടുവന്നത് അവരാണ്. അവരോടും എനിക്ക് പ്രത്യേക നന്ദിയുണ്ട്. പിന്നെ വിനയൻ, ഗോപിക, ഇവരോടും പ്രത്യേക നന്ദി ഞാൻ പറയുന്നു. ഇപ്പോൾ 2 വാക്ക് സന്തോഷമുണ്ട്. അലജോസ് പറയടാ, 2 വാക്ക് പറയടാ. ഒരു സിനിമ വളരെ കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കുന്നത്. അതൊരു ഷോർട്ട് ഫിലിം അഭിനയിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ ലാലേട്ടൻ പറയുണ്ടായിരുന്നു, നല്ലൊരു പറയുണ്ടായിരുന്നു 99% സിനിമകളും തെലുങ്കിൽ ഇറങ്ങുന്നത് ഹിറ്റായി മാറുകയാണ്, ജനങ്ങൾ ഹിറ്റാക്കി മാറ്റുകയാണ്. അങ്ങനെ ഒരു കൾച്ചർ ഇവിടെ വരട്ടെ. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട സിനിമ ഉണ്ടാക്കുന്നു. പിന്നെ ഇത് പറയുകയാണെങ്കിൽ ട്രെയിലറിനോടൊപ്പം ഗായത്രി കാണുന്ന ഭംഗിയുണ്ട്, പിള്ളേരാണ്. പിന്നെ നായികയാണ് വിശ്വസിച്ചായ സിനിമ പറഞ്ഞ ആളാണ്. എന്തായാലും വലിയ വിജയമായി മാറട്ടെ. ട്രെയിലറിനോടൊപ്പം നമ്മൾ മൂവിയായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ആങ്കർ പോലെ വലിയൊരു സോഷ്യൽ മീഡിയ താരമെന്നൊരു അഹങ്കാരം നമ്മൾ പറയുന്നില്ല. കാരണം നമ്മളൊരു സാധാരണ വർഷം തന്നെയാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ജൂനിയർ വർഷം അഭിനയിച്ച് വന്നു. പിന്നീട് റിലീസിലൂടെ നമ്മൾ ആൾക്കാരൊക്കെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ബാഡ് ബോയ്സിനാണെങ്കിലും നല്ലൊരു വേഷം കിട്ടി. സാറ് പിന്നെ ഈ ചൊവ്വസി തുടങ്ങിയ സിനിമകൾ വരാൻ പോകുന്നു. അപ്പോൾ എന്നാലും ഈ തയ്യാറെടുക്കുന്ന സിനിമയ്ക്ക് നമ്മുടെ കൃഷ്ണത്തിന്റെ ജനനപ്പേരെ കണ്ടപ്പോൾ ഭയങ്കര ഫാനായി മാറിയിരുന്നു. അപ്പോൾ ജനനപ്പേരയ്ക്ക് ശേഷം നല്ലൊരു മൂവി മാറും തന്നെ നിമിഷമാണ് പറയാൻ. കാരണം CS വിജയനാണെങ്കിലും രാകേഷ് കൃഷ്ണ ആണെങ്കിലും നല്ലൊരു പുതിയൊരു ആൾക്കാരാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സിനിമയായിട്ട് മാറും. നമ്മുടെ ഗോപി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നിമിഷം വിഷ്ണു കൊച്ചുകാരൻ്റെ കരിയർ ഫസ്റ്റ് സിനിമയായിട്ട് തന്നെ മാറും. കാരണം August 1 റിലീസ്. കാരണം ഞാൻ ഉണ്ടോന്ന് അറിയില്ല, കാരണം കുറച്ച് തിരക്കുകളുണ്ട്. 10 മണിക്ക് കാണാൻ ശ്രമിക്കും, കാരണം കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ എന്തായാലും വിഷ്ണു ചേട്ടന് ആശംസകൾ നേരുന്നു. അപ്പോൾ എന്തായാലും ഇനിയും നല്ല നല്ല സിനിമകൾ വരട്ടെ. കാരണം എല്ലാ ഓഡിയോ ലോഞ്ചിലും നമ്മൾ പങ്കെടുക്കാറില്ല, പക്ഷേ ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റായിട്ട് മാറട്ടെ. ഇനിയും പല ഓഡിയോ ലോഞ്ചിന്റെ ഭാഗമായിട്ട് മാറട്ടെ. കാരണം കിച്ചോട് റിസൾട്ട് അഭിനയിക്കുന്നു. പിന്നെ അച്ഛനത്തരം സിനിമയൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ പോയി നല്ലൊരു അപ്പോൾ നല്ലൊരു വേഷം നിങ്ങളിലേക്ക് എത്തട്ടെ. പിന്നെ നല്ലൊരു പെർഫോമൻസ് നമ്മളിപ്പോൾ സോങ് ഉണ്ടല്ലോ, സോങ് റെക്കോർഡിംഗ് സോങ് നല്ല രീതിയിൽ വർക്കാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നമ്മളൊരു സോങ് റെക്കോർഡ് ചെയ്ത് ഇട്ടിരുന്നു. അത് 1 million റീച്ച് ഉണ്ട്. അപ്പോൾ അതുപോലെ ഇതും സോങ് 1 million 3 million 5 million പോട്ടെ. താങ്ക് യു. വേറൊരു കാര്യം കൂടി പറയുന്നത്, നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഓൺലൈൻ മീഡിയക്കാരാണ്. അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് അല്ലേ? ശരിയല്ലേ? അതാണ് ഞാൻ പറയാൻ പറഞ്ഞത്. ഓൺലൈൻ മീഡിയയാണ് എല്ലാവരും വളർത്തിയിരിക്കുന്നത്. എടുത്തവരാണ് റിവ്യൂ വളരെ എളുപ്പമാണ് കൊടുക്കാൻ. സിനിമ ഉണ്ടാക്കുന്ന വളരെ ബുദ്ധിമുട്ടാണ്. പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്, സിനിമക്കാരുടെ നായകത്തിലല്ല സിനിമ ഉണ്ടാക്കുന്നത്, ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കോക്കിനോട് ഉള്ളോട് പറയാനുണ്ട്, ഇങ്ങനെ ഇഷ്യൂ പറയരുത്. എന്തായാലും ശരിയാവട്ടെ. ഓക്കെ, താങ്ക് യു.